ബിന്ദുവിന്റെ മരണം കേവലം വീണ ജോർജിന്റെ കെടുകാര്യസ്ഥത കൊണ്ട് മാത്രമല്ല, മരുമകൻ മന്ത്രിയുടെ നേരിട്ടുള്ള ചുമതലയിലുള്ള പൊതുമരാമത്ത് വകുപ്പിന് അതിൽ നിന്ന് കൈകഴുകി മാറാൻ പറ്റുമോ? എന്തുകൊണ്ട് ഇത് സംഭവിക്കുന്നു? 12 വർഷമായിട്ട് ഫിറ്റ്നസ് സർട്ടിഫിക്കറ്റ് ഇല്ലാത്ത ഒരു കെട്ടിടം മെഡിക്കൽ കോളേജിന്റെ ക്യാമ്പസിനകത്ത് നിലനിൽക്കുക, നൂറുകണക്കിന് രോഗികളുടെ കൂട്ടിരിപ്പുകാർ, അവരൊക്കെ ആ കെട്ടിടത്തിലെ പ്രാഥമിക സൗകര്യങ്ങൾക്ക് വേണ്ടിയിട്ടുള്ള സംവിധാനങ്ങൾ ഉപയോഗപ്പെടുത്താനുള്ള സാഹചര്യം ഉണ്ടാക്കി കൊടുക്കുക. കേരളത്തിലെ മുഖ്യമന്ത്രിയുടെ നേരിട്ടുള്ള നിയന്ത്രണത്തിലുള്ള ഡിസാസ്റ്റർ മാനേജ്മെന്റ്, ആരോഗ്യ വകുപ്പിന്റെ ചുമതല വഹിക്കുന്ന മന്ത്രി വീണ ജോർജ്, കോട്ടയം മെഡിക്കൽ കോളേജ് നേരിട്ട് ഭരിക്കുന്ന കോട്ടയത്തുകാരൻ വാസവൻ മന്ത്രി, പിന്നെ നമ്മുടെ മരുമകൻ മന്ത്രി, ഇവരുടെ 4 പേരുടെ നിരുത്തരവാദപരമായിട്ടുള്ള നിലപാടുകളുടെയും നയങ്ങളുടെയും പെരുമാറ്റത്തിന്റെയും ഫലമായിട്ടാണ് കേരളത്തിലെ ഒരു ആശുപത്രിയിൽ കൂട്ടിരിപ്പിന് പോയ ഒരു സ്ത്രീക്ക് ജീവൻ നഷ്ടപ്പെടുന്ന സാഹചര്യം ഉണ്ടായത്. അത് കഴിഞ്ഞിട്ടും പ്രചാരവേലക്കൊട്ടും കുറവില്ല. ഈ കെട്ടിടം തകർന്നപ്പോൾ വീണ ജോർജും വാസവൻ മന്ത്രിയും കേരളത്തിലെ ആരോഗ്യ മേഖലയുടെ നേട്ടങ്ങളെ കുറിച്ച് മാധ്യമ പ്രവർത്തകരെ ബോധ്യപ്പെടുത്താൻ വേണ്ടിയിട്ടുള്ള ശ്രമമാണ് നടന്നത്. കേരളത്തിൽ വ്യാപകമായി നടമാടുന്ന അഴിമതിയാണ് ഇതിന്റെയൊക്കെ പിന്നില്. ഈ അഴിമതിക്കൂട്ടത്തെ കേരളത്തിലെ ജനങ്ങൾ അടിച്ചു പുറത്താക്കുന്ന ആ സാഹചര്യം അധികം താമസിയാതെ ഉണ്ടാകും എന്നുള്ള കാര്യത്തിൽ ആർക്കും ഒരു സംശയവും വേണ്ട.